Satish is a very strong leader of the Congress party and is a leader of the CLP and is a very prominent legislator and a very promising politician. അപ്പോൾ സതീശനിസമുണ്ട്. That I have admitted. സതീശൻ പറയുന്നതിന് ഞാൻ കൃത്യമായിട്ട് നേരത്തെ ഇദ്ദേഹം പറഞ്ഞപ്പോഴും പറഞ്ഞു, ജോയിനെ മാറ്റി എന്ന് പറഞ്ഞപ്പോൾ ഐ ഡിഡിൻ്റ് അഗ്രി. സതീശനൊന്നും ഇല്ല, അങ്ങനെയില്ല. ഞാൻ ചോദിക്കാൻ കാര്യം രമേശ് ചെന്നിത്തല കാറ്റഗോറിക്കലി അടിനെ അങ്ങനെയൊന്നുമില്ല. ഈ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒരുപക്ഷെ വി ഡി സതീശൻ എത്തുന്നത് വരെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കുറെ ഒരു ടാക്ടിക്കലായ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അത് നമുക്ക് എ കെ ആന്റണിയിൽ കാണാം, അതിനുമുന്നേ കെ കരുണാനിൽ കാണാം, ഉമ്മൻചാണ്ടിയിൽ കാണാം, ഒരളവ് വരെ രമേശ് ചെന്നിത്തലയിൽ വരെ കാണാം. പക്ഷെ അത് കഴിഞ്ഞ് വി ഡി സതീശൻ വരുമ്പോൾ പറയുന്ന ഒരു ലീഡറുടെ അപ്രമാദിത്വം ബാക്കി എല്ലാവരും, അതൊക്കെ നിങ്ങളെ ധാരണ തെറ്റാണ്, വളരെ തെറ്റിദ്ധാരണയാണ്. സതീശന് അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ചേലക്കര ഉൾപ്പെടെ, തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, ഇപ്പം നിലമ്പൂർ, ചേലക്കര ഉൾപ്പെടെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. നന്നായിട്ട് തന്നെ UDF നേതൃത്വത്തിലിരുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ സതീശന്റെ ശൈലിയുടെ കാര്യം പറഞ്ഞു. ഈ ശൈലിയിലെ ഒരു മാറ്റം, ഞങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങളുടെയൊക്കെ ഒരു പ്രകടമായ ആസ്പെക്ട് എന്താ വെച്ചാൽ ഈ ശൈലി മാറ്റം വളരെ പ്രകടമാണ്. അതായത് കുറേയൊക്കെ മുൻപ് സി പി എമ്മിന് കൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു വളരെ പ്രകടമായ അരഗൻ്റായ ശരീരഭാഷയാണ് പ്രതിപക്ഷ നേതാവിനെന്ന് പൊതുവിൽ കേരള സമൂഹം വിശ്വസിക്കുന്നത്. ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നിയമസഭയിൽ കഴിഞ്ഞ ടൈമിൽ അദ്ദേഹം ഞാൻ അടുത്തടുത്ത സീറ്റായിരുന്നു, 2 സീറ്റ് ഞങ്ങളാണ് ഷെയർ ചെയ്തത്. ഇപ്രാവശ്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാൻ ആദ്യം പറഞ്ഞത് ഞാനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. സണ്ണി ജോസഫ് എലോൺ പ്രപ്പോസ് ദ നെയിം ഓപ്പൺലി. അദ്ദേഹത്തിനേക്കാൾ വളരെ സീനിയറായ നേതാവാണ് താങ്കൾ പാർട്ടി. അല്ല, പ്രായം മാത്രം പൊളിറ്റിക്സിൽ. അപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ സീനിയർ ആയിട്ടുള്ള എത്ര പേരുണ്ട്? പ്രായമല്ല, DCC പ്രസിഡന്റ് ആയതും. പ്രായം മാത്രമല്ല ഏതൊക്കെ പോസ്റ്റിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. അസംബ്ലിക്കകത്ത് ഞാൻ വരുന്നതിന് 15 കൊല്ലം മുമ്പ് അദ്ദേഹം വന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് വക്കീൽ കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. പ്രസിഡന്റ് ഈ ശരീരഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ സതീഷിന്റെ മാത്രമല്ല യുവ നേതാക്കളുടെ ആണെങ്കിലും ശരീരഭാഷ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ ശരീരത്തിന്റെ രീതിയാണോ അവരുടെ എല്ലാ CPM നേതാക്കളിൽ ആരോപിക്കപ്പെട്ടിരുന്ന ധാർഷ്ട്യത്തിന്റെ ഭാഷ ഇപ്പോൾ യുവ നേതാക്കൾ ഒരേ ഭാഷ ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എടാ ഗോപാലകൃഷ്ണൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും നികർഷജീവി ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പോലീസ് ഓഫീസർ എടാ പോടാന്ന് വിളിച്ചിട്ടുണ്ട്. അത്രയല്ലേ വിളിച്ചിട്ടുള്ളൂ. ഹൈക്കോടതി ജഡ്ജിമാരെ എങ്ങനെയാ വിളിച്ചത്? MP ജയരാജൻ ഹൈക്കോടതി ജഡ്ജിമാരെ ഞങ്ങൾ ആരെയെങ്കിലും കേരളത്തിലെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ നല്ല പാർലമെന്റേറിയനായ ഒരാളെ പരതാരെന്ന് ഞങ്ങളാരും വിളിച്ചിട്ടില്ലല്ലോ. ഒരിക്കലും കോൺഗ്രസിന്റെ ഒരു നേതാവും ഈ ഇലക്ഷന്റെ പ്രചരണത്തിലോ ഈ സമീപകാലത്തോ തെറ്റായ ഒരു ശൈലിയിലും ഒരു ഭാഷയിലും ആരും പെരുമാറിയിട്ടില്ല. പാരിതോഷികം തരാമെന്ന് നമ്മുടെ ഒരു UMLA ഒരാളെ ത്രെട്ടൺ ചെയ്തതാണ് ഓപ്പൺ ആയിട്ട്. അതൊക്കെ അന്നേരത്തെ കോണ്ടെക്സ്റ്റില് ചില കാര്യത്തിൽ എന്താ വെച്ചാൽ CPM നേതാക്കന്മാരെ അനുകരിക്കുന്ന ശൈലി ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അതെ, അതാണ് ചോദ്യം. കാരണം കോൺഗ്രസിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല, ഒരു സൗമ്യത. അത്രയും കോൺഗ്രസ്സുകാരെ പുണ്യവാളന്മാരാണെന്ന് ഞാനും അവകാശപ്പെടുന്നില്ല. അത്രയും പുണ്യവാളന്മാരാണെന്ന് ഇവരൊക്കെ എല്ലാവരെയും കണ്ടു പഠിക്കുന്ന. ഈ നിലമ്പൂരിൽ ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിനോടനുബന്ധിച്ചുള്ള ഒരു സംശയമാണ്. ഈ നിലമ്പൂരിൽ ഈ സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള പല വിഷയങ്ങളും വരുമ്പം, ഇപ്പം അൻവറിൻ്റെ വിഷയം വരുമ്പോഴത്തേക്ക് അൻവറിൻ്റെ വിഷയത്തിൽ VD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് UDF ചെയർമാൻ എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് അറിയിക്കാൻ വേണ്ടി തന്നെ ചുമതലപ്പെടുത്തിയെന്നാണ്. എന്നാൽ അതിന് അടൂർ പ്രകാശ് അതിന് മുമ്പാണ്, അടൂർ പ്രകാശും അങ്ങും സ്ഥാനമേൽക്കുന്നതിന് മുമ്പാണ്. അടൂർ പ്രകാശ് UDF കൺവീനറായി സ്ഥാനമേറ്റതിന് ശേഷം ഒരു ഓൺലൈൻ യോഗം നടന്നിരുന്നു. ആ ഓൺലൈൻ യോഗത്തിൽ വെച്ച് തീരുമാനിച്ചത് അടൂർ പ്രകാശിനോട് അൻവറിനോട് സംസാരിക്കാനും അതനുസരിച്ച് അടൂർ പ്രകാശ് അൻവറിനോട് സംസാരിക്കുകയും പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു അൻവറിനെ വളരെ മയപ്പെടുത്തിക്കൊണ്ട് വരികയാണെന്ന്. രമേശ് ചെന്നിത്തല സംസാരിച്ചു, പരസ്യമായി പറഞ്ഞു അൻവറിനെ കൂടി ഉൾക്കൊള്ളണമെന്ന്. K. സുധാകരൻ പറഞ്ഞു, KC വേണുഗോപാൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അൻവർ കൂടി വന്നാൽ അത്രയും ഗുണം UDF-നുണ്ടാകും എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞു. ലീഗിന്റെ അതിന്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം, സതീശനും വരണ്ടെന്നല്ല പറഞ്ഞത്. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലമ്പൂർ ബൈ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ
കോൺഗ്രസിൻ്റെ മുന്നണിയിൽ ചേരാൻ അപേക്ഷ നൽകി കാത്തു നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം എന്താ പറയണ്ടേ? അദ്ദേഹം ആരെങ്കിലും പറയുമോ? ഇനി ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയാം, അല്ല പബ്ലിക്കിലാണ് പറയണ്ടേ, മാധ്യമങ്ങളോടാണ് പറയണ്ടേ? അല്ല, അദ്ദേഹത്തെ അത് പറയാൻ അനുവദിക്കുന്നത് വരെ പ്രശ്നം വഷളാക്കിയതിൽ UDF ലീഡർഷിപ്പ് ഒരു കാര്യമില്ല. സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ UDFലെ മുസ്ലിം ലീഗ് പോലുള്ള പ്രബല കക്ഷി പോലും തയ്യാറാകുന്നില്ല, ഒരിക്കലും തയ്യാറായിട്ടില്ല. കാരണം അത് മുന്നണി മര്യാദയാണ്. ആ മുന്നണി മര്യാദയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടത്തിയത്. അതാണ് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാന കാരണം. നെവർ എ കറക്റ്റഡ് ദാറ്റ്. ഒരിക്കൽ പോലും അദ്ദേഹം തിരുത്തിയിട്ടില്ല. മനസ്സിലായി? എപ്പോഴെങ്കിലും തിരുത്തിയിട്ടുണ്ടോ? ഞാനെന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞേ അത് തിരുത്തണം ഫസ്റ്റ് ഓഫ് ഓൾ എന്നാ പറഞ്ഞു. ഞാനും പറഞ്ഞില്ലേ? നിങ്ങളെല്ലാം അനുനയത്തിൻ്റെ ഭാഷ സംസാരിക്കുമ്പോഴും അപ്പുറത്ത് വാതിലടച്ചു എന്നൊരു നിലപാട് VD സതീശൻ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് കാരണം എന്താണ്? കാരണം അൻവർ ഒരിക്കലും ആ കാര്യത്തിൽ തിരുത്തൽ വരുത്തിയിട്ടില്ല. അതോ അൻവർ നിയമസഭയിൽ VD സതീശനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ വിഷയമാണോ? അദ്ദേഹം തന്നെ ഖേദം പ്രകടിപ്പിച്ചു, പിൻവലിച്ചു, അതൊക്കെ തീർന്ന കാര്യമാണ്. അദ്ദേഹം സതീശന് തീർന്നില്ല എന്നുള്ളതാണോ? ഇല്ല, അത് സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ക്ലോസ്ഡ്. അല്ല, പ്രസിഡന്റ് പറയുന്ന കാരണം കൊണ്ടാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരേ ഞങ്ങളെല്ലാവരും സംസാരിക്കേണ്ടതായിരുന്നു. പക്ഷേ അല്ലല്ല, അദ്ദേഹത്തിന് എന്താ വെച്ചാൽ UDFന്റെ ചെയർമാനായിട്ട് നിൽക്കുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ അത് കാരണം പിന്നെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിനെയാണ് അൻവർ അനാവശ്യമായിട്ട് അക്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹം നിർബന്ധിതനാവും. ഈഗോ ഇഷ്യൂ അല്ലേ എന്നാണ്? ഈഗോ ഇഷ്യൂ അല്ല, വളരെ റീസണബിൾ ആയിട്ട് മാത്രമേ സതീശൻ പറഞ്ഞു. താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞു അൻവർ മാപ്പ് ചോദിച്ചു കഴിഞ്ഞു. പിന്നെ അത് വേറെ പഴയ ഇഷ്യൂ ഒരിക്കലും സതീശനും ഉയർത്തിയിട്ടില്ല. ഇപ്പം കൃത്യമായി പറയുന്ന ഒരു കാര്യം, സതീശനും ഞങ്ങളെല്ലാവരും ഒരേപോലെ പറഞ്ഞതും UDF യോഗത്തിൽ വന്നതുമായ വിഷയം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ കടത്തി പറഞ്ഞോട്ടോ. നിങ്ങളുടെ കടത്തി പറഞ്ഞ എന്നാ VS ജോയിക്ക് എന്താ ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാ? അത്രയും പറയാമോ? അത്രയും പറയാൻ പാടില്ലല്ലോ. അങ്ങനെ എനിക്കതൊരു ഗോഡ് ഫാദർ ഞാൻ സ്ഥാനാർത്ഥിത്വം എനിക്ക് കിട്ടിയില്ല 3 പ്രാവശ്യം. എനിക്ക് ഗോഡ് ഫാദർ ഉണ്ടായിട്ടാ. ഈ കൗണ്ടിങ്ങിന്റെ അന്ന് താങ്കൾ തന്നെ ചാനൽസിനോട് പറയുന്നുണ്ടായിരുന്നു വാതിലൊന്നും അടച്ചിട്ടില്ല, താക്കോൽ ഇപ്പോഴും കൈവശം. ദാറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എന്താ പറഞ്ഞേ? വാതിലാവുമ്പോൾ ദാറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഐദർ വേ. ദാറ്റ് ക്യാൻ ബി ഓപ്പൺ, ദാറ്റ് ക്യാൻ ബി ഷട്ട്. ആ സമയത്ത് മതിലാണെങ്കിൽ ദാറ്റ് ഈസ് ക്ലോസ് ഫോർ എവർ. അതെ, എൻ്റെ PA ഉണ്ട്. എൻ്റെ PA എന്നോടത് പറഞ്ഞു. ഞങ്ങളെ നാട്ടിൽ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് പഴശ്ശി ഡാമിൻ്റെ ഷട്ടർ മഴക്കാലത്ത് ഉയർത്താൻ പറ്റിയില്ല. മഴക്കാലത്ത് ഷട്ടർ വലിയ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മഴക്കാലത്ത് ഉയർത്താൻ പറ്റാത്തതുകൊണ്ട് ഇരിട്ടി ടൗണിൽ വെള്ളം കയറി എൻ്റെ ടൗൺഷിപ്പ് വെള്ളത്തിലായിപ്പോയി. അപ്പോൾ അവിടെ ജഡ്ജി കാണാൻ വന്നു, ജില്ലാ ജഡ്ജി കാണാൻ വന്നത്. അപ്പോൾ ഞാനും ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു വാക്കുണ്ട്, വാട്ട് ഈസ് മെൻ ബൈ ഷട്ടർ ഓപ്പറേഷൻ? ഷട്ടർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ലിഫ്റ്റഡ് ഓൾസോ. അത് ഉയർത്താനും കൂടെ പറ്റും. ഞാനത് ജനറലായിട്ടേ പറഞ്ഞുള്ളൂ. ഞാനൊരു ജനറലായിട്ട് ഡോറാകുമ്പോൾ ദാറ്റ് ക്യാൻ ബി ഓപ്പൺ, ദാറ്റ് ക്യാൻ ബി ക്ലോസ്ഡ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇറ്റ് ഈസ് ക്ലോസ്ഡ്. പക്ഷെ തുറക്കപ്പെടാം. അത് ഞാനിപ്പോൾ പറയുന്നില്ല, പ്രവചിക്കുന്നില്ല. അല്ല, ഇറ്റ്സ് ക്ലോസ്. പക്ഷേ ഞങ്ങളുടെ സംശയം, why you are so much particular that it should be open? No, we are not particular. We just want to know whether it is a completely closed chapter. As it is closed. As on day it is closed. പിന്നെ എപ്പോഴും വേണമെങ്കിലും ഈ വിഷയം ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഇപ്പോഴേ നമ്മൾ പ്രവചിക്കേണ്ട ആവശ്യമില്ല. ഡിപ്പെൻസ് അപ്പോൺ. KPCC പ്രസിഡന്റ് അങ്ങേക്ക് മുമ്പ് K. സുധാകരൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് VD സതീശൻ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് അപ്പോയിന്റ് ചെയ്തത് ACC. അല്ലല്ല, തെറ്റാ. അല്ലല്ല, സതീശൻ ആദ്യം വന്നു, സുധാകരൻ. അപ്പം അന്നെല്ലാം സതീശൻ ഈ പത്രസമ്മേളനങ്ങളിലടക്കം പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഈ KPCC പ്രസിഡന്റാണ് കോൺഗ്രസിലെ അവസാന വാക്ക് എന്ന് അദ്ദേഹം. ഞാൻ അത്രയും ഏറ്റെടുക്കുന്നില്ല. ഞാൻ അവസാന വാക്കേ അല്ല. ഞാൻ ഐ വിൽ ബി മേക്കിംഗ് മൈ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഓൾ ദ സീനിയർ ലീഡേഴ്സ്. അവസാന വാക്ക് എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അവസാനം പോലും പറയാറുണ്ട് KPCC പ്രസിഡന്റ് അവസാനത്തെ വാക്ക്. എന്നെ ചില ആളുകൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഉത്തരവാദിത്വമാണ്, അധികാരമല്ല.
പക്ഷേ ഈ അവസാനം നമ്മൾ കണ്ടത് ഈ VD സതീശനും KPCC പ്രസിഡന്റും കൂടെ ആദ്യം മൈക്കിൽ ആര് പറയും എന്നുള്ളൊരു തർക്കമാണ്. അപ്പം അത്തരത്തിലേക്ക് പോകുമ്പോൾ അവസാന വാക്ക് അല്ല, KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ ഒരു അവസാന വാക്ക്, കോൺഗ്രസിന്റെ നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം KPCC പ്രസിഡന്റ് തന്നെയായിരിക്കും പറയേണ്ടത്. അവസാനത്തെ ഒന്നല്ല, അതിന് അപ്പീലില്ലേ? അതിന് അപ്പീലുണ്ടല്ലോ, ACC ഉണ്ടല്ലോ. ഈ പ്രതിപക്ഷ നേതാവുമായിട്ട് മൈക്കിന് അടികൂടാത്ത ഒരു KPCC പ്രസിഡന്റിനെ വേണം എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു തമാശയുണ്ട്. അപ്പൊ അത് തന്നെയായിരിക്കുമോ അങ്ങനെ ഒരു അടി? അത് ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കണ്ട. അല്ലല്ല, ഞങ്ങൾക്ക് അടിയൊന്നും ഉണ്ടാക്കണമെന്നല്ല, ചോദ്യം ഇത്രേ ഉള്ളൂ. അതായത് മുൻപ് ഈ സുധാകരൻ ഇല്ല, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സതീശന്റെ ഒരു ആഗ്രഹമാണ് അത്രയും എന്നോട് അടികൂടാത്തൊരു ലോ പ്രൊഫൈൽ. ഇല്ല, എന്റെ പേരിലെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ സതീശിനേക്കാളും സുധാകരനാണ് എൻ്റെ തലയിൽ കൈവച്ച് ത്രൈസ് ഹി ഹാസ് ബ്ലെസ്ഡ് മീ, ത്രൈസ് 3 പ്രാവശ്യം. ആകുന്നതിന് മുമ്പ് പറഞ്ഞു, സണ്ണി താനാണെങ്കിൽ ഞാൻ തന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അത് 3 പ്രാവശ്യം ചെയ്തു. അദ്ദേഹം മന്ത്രിയായപ്പോൾ എന്നെയാണ്, അദ്ദേഹം DC പ്രസിഡന്റ് ആയിരുന്നു, മന്ത്രിയായപ്പോൾ എന്നെയാണ് അദ്ദേഹം പകരം വെച്ചത്. അദ്ദേഹത്തെ കൂടി സജസ്റ്റ് ചെയ്തിട്ട് എന്നെ അദ്ദേഹം കാണുന്നത് ബ്രദർലി ഹീസ് ട്രീറ്റിംഗ് മീ. പക്ഷെ അദ്ദേഹത്തെ മാറ്റാനുണ്ടായ ഒരു സാഹചര്യം ഹൈക്കമാൻഡിന്റെ ഡിസിഷൻ അല്ലേ, ഹൈക്കമാൻഡിന്റെ ഡിസിഷനാണ്. പക്ഷെ എന്നാലും നിങ്ങളോടെല്ലാവരും ചോദിച്ചിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം പൊതുവെ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ വിജയവും VD സതീശന് മാത്രമല്ലല്ലോ, KPCC പ്രസിഡന്റിനും കൂടി ഉള്ളതായിരുന്നല്ലോ. അപ്പം കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൽ ചുഴലക്കര ഒഴികെ എല്ലാ സിറ്റിംഗ് സീറ്റിലും ജയിക്കുന്നുണ്ട്. പാർലമെന്റിൽ 18 സീറ്റ് ജയിച്ചു. എന്തായിരിക്കും അതിന്റെ ഒരു, അതെന്ന് പറഞ്ഞാൽ അതൊരു പ്രഹേളിക പോലെ നിൽക്കുകയില്ലേ? അല്ലല്ല, അത് ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. ഐ ഷുഡ് ഐ റീഓപ്പൺ. അല്ല, ഇത്രയും പെർഫോം ചെയ്ത ഒരു KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം എന്താണെന്ന് താങ്കൾ? That is up to the AICC in consultation with the senior leaders. They have taken a decision that is now it is accepted even by Mr. Sudhakaran, and my name also came in the picture. That got more acceptance. അല്ല, ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു PCC പ്രസിഡന്റിനെ മാറ്റിയെങ്കിൽ അടുത്ത ഇലക്ഷൻ വരികയാണ്. അപ്പോൾ PCC And he is elevated as working committee member also. അതിലെന്താ കാര്യം എന്ന് സുധാകരൻ അതിന് കാര്യമുണ്ട്. അതാണ് വലിയ പോസ്റ്റ്. മുൻ KPCC പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടി ഒരു സെമി കേഡർ ആക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിപ്പോ എവിടം വരെ എത്തി? അതിൻ്റെ ഉദ്ദേശം എന്താ? പാർട്ടിയിലെ കുറച്ചും കൂടെ അച്ചടക്കം വേണം, കുറേ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് വേണം. അതിനെ അതേ പേരിൽ ഏറ്റെടുക്കുന്നില്ലെങ്കിലും ആശയത്തെ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ എനിക്ക് അങ്ങ് KPCC പ്രസിഡന്റ് ആയതിനു ശേഷം അങ്ങ് ഇവിടെ പാണക്കാട് ഒരു സന്ദർശനം നടത്തിയിരുന്നല്ലോ, അവിടെ പോയി കണ്ടു. അപ്പം അങ്ങ് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പോയി. അതെ വാക്ക്. പക്ഷേ ഈ KPCC പ്രസിഡന്റായ അങ്ങ് ഇന്ന് UDFിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് എന്ന് പറഞ്ഞാൽ PJ ജോസഫാണ്. PJ ജോസഫിനെ വീട്ടിൽ പോയി ആദ്യം കണ്ടില്ല, പക്ഷെ ലീഗിനെയാണ് ആദ്യം പോയി. തറലി മിസ്റ്റേക്ക് ഉണ്ട്. ഏറ്റവും ഞാൻ പറഞ്ഞു തരാം. മുസ്ലിം ലീഗിന്റെ പാണക്കാട് തങ്ങൾ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ, മട്ടന്നൂര് അദ്ദേഹം ഹജ്ജ് ക്യാമ്പിൽ വന്നപ്പം ഞാൻ അവിടെ അദ്ദേഹത്തെ കാണാൻ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചു. അത് മാതൃക പത്രത്തിലൊക്കെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നല്ല ഫോട്ടോ. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു. ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഓപ്പർച്യൂണിറ്റി. തൊടുപുഴ ഞാൻ ജനിച്ച സ്ഥലവും കൂടെ ആയതുകൊണ്ട് തൊടുപുഴ പോയി. PJ ജോസഫ് സാറിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മോഹൻസ് ജോസഫിൻ്റെ അന്ന് തന്നെ മോഹൻസ് ജോസഫിൻ്റെ വീട്ടിൽ നിന്ന് ഡിന്നർ കഴിച്ചു. ഞാൻ ഇതിൽ കൂടുതൽ എന്താ ചെയ്യണ്ടേ?